വീഡിയോയിലേക്ക് കടക്കാം. അപ്പോൾ ഞാൻ ചിക്കൻ്റെ ഡ്രം സ്റ്റിക്ക് പീസസ് ഒക്കെ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ചിക്കൻ പീസസ് ഒക്കെ നന്നായിട്ട് വാഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ചിക്കൻ്റെ മുകളിൽ നമുക്ക് ലൈൻ ഇട്ട് കൊടുക്കാം. ബാക്കിയുള്ളതും നമുക്ക് ലൈൻ ഇട്ട് കൊടുക്കാം. ഈ മസാലയ്ക്ക് ആവശ്യമായ ഇൻഗ്രീഡിയൻസ് നോക്കാം. അപ്പോൾ ഞാൻ വെളിച്ചെണ്ണ എടുത്തിട്ടുണ്ട്, കുറച്ച് മഞ്ഞൾപ്പൊടി, ഉപ്പ്, ലെമൺ ജ്യൂസ് എടുത്തിട്ടുണ്ട്, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, റെഡ് ഫുഡ് കളറും കാശ്മീരി ചില്ലി പൗഡറും, 5 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും ചേർത്ത് കൊടുക്കുക. ലെമൺ ജ്യൂസ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. കുറച്ച് വെളിച്ചെണ്ണ, എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഓരോ ചിക്കൻ്റെ ഡ്രം സ്റ്റിക്ക് പീസുകളും ഈ ഒരു മസാലയിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇതുപോലെ മിക്സ് ചെയ്യുക. നമ്മൾ തേച്ച് വെച്ച ഡ്രം സ്റ്റിക്ക് പീസ് റെസ്റ്റിന് വേണ്ടിയിട്ട് 4 മണിക്കൂറോളം വെക്കണം. ചൂടാൻ വേണ്ടിയിട്ട് കുറച്ച് ചിരട്ടൊക്കെ വേണം. അപ്പോൾ നമുക്ക് ചിരട്ട ഇതുപോലെ ലെയറാക്കി വെക്കാം. പെട്ടെന്ന് കത്താൻ വേണ്ടിയിട്ട് കുറച്ച് എണ്ണ ചിരട്ടമ്മ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് തീ കത്തിക്കാം. നന്നായിട്ട് കത്തി പൊടിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ചാർക്കോൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം.
അപ്പൊ ചോർക്കോളൊക്കെ നന്നായിട്ട് കത്തി തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇതൊന്ന് ഇളക്കി കൊടുക്കാം. കത്തി പിടിക്കുന്നത് വരെ നന്നായിട്ട് വീശി കൊടുക്കാം. അപ്പോൾ ചാർക്കോളൊക്കെ നന്നായിട്ട് കത്തി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ചിക്കൻ വെക്കുന്ന സ്റ്റേജിലേക്ക് കടക്കാം. അപ്പോൾ ചാർക്കോൾ കുറച്ച് കുറവാണ്. അപ്പോൾ എൻ്റെ അനിയനെ ഇട്ട് കൊടുക്കുകയാണ്. ഇത് ഞങ്ങൾ കടയിൽ നിന്ന് സ്പെഷ്യലായിട്ട് വാങ്ങിയ ഡ്രം സ്റ്റിക്ക് പീസുകളാണ്. അപ്പോൾ ചിക്കനൊക്കെ നന്നായിട്ട് ക്യാപ്പ് ഇട്ട് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് ക്ലോസ് ചെയ്യാം. അപ്പോൾ ചിക്കനൊക്കെ ഗ്രില്ലുമ കറക്റ്റായിട്ട് വെച്ചിട്ടുണ്ട്. ഇരുപത് മിനിറ്റോളം രണ്ട് സൈഡും നന്നായിട്ട് ഗ്രില്ല് ചെയ്യണം. ബട്ടർ തേക്കാൻ നേരത്തെ തന്നെ കറണ്ടും പോയി. അപ്പോൾ ഇവിടെ നല്ല കാറ്റൊക്കെ അടിക്കുന്നുണ്ട്. ഇനി നമുക്ക് ചിക്കൻ്റെ മുകളിൽ കുറച്ച് ബട്ടർ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. മഴ
ട്രൈ ചെയ്ത് നോക്കുക, മസ്റ്റ് ആയിട്ട് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.